മൂപ്പൻ സൈക്കിളർ, പഴയ സൈക്കിൾ കിലാടി കേട്ടോ. ജർമ്മനീൻ്റെ പണ്ട് നാഷണൽ പ്ലെയറോ എന്തൊക്കെ ആയിരുന്നു. വീടാണ് ഇവിടുന്ന് മൂപ്പര്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ മൂപ്പരെ നമ്മളെ ക്ലോസാണ്, ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മീറ്റ് ചെയ്തു, രണ്ടാമത് സെക്കൻഡ് മീറ്റിംഗ് റൈറ്റ്. ഇവിടങ്ങളിൽ കണ്ടെങ്കിൽ ഈ കയാക്കിങ്ങിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കും ആർക്ക് വേണം വന്ന് ട്രെയിൻ ചെയ്യാം. ഈ കയാക്കിങ്ങിൻ്റെ ട്രെയിനിങ്, ബോട്ട് അടിക്കാനുള്ള ട്രെയിനിങ്ങിനുള്ള ഏരിയ തിരിച്ചു വെച്ചാട്ടോ. ഇതിനൊന്നും പ്രത്യേക ചിലവോ പ്രത്യേക കാര്യങ്ങളോ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇതാണ് കേട്ടോ നമ്മൾ റെൻറ്റിനുള്ള ബൈക്കിൻ്റെ, ഈ ബൈക്കിൻ്റെ സംഗതി. ഇതിലാണ് ലോക്ക് ഉണ്ടാവുക. ഈ ലോക്കിന് നമ്മൾ ഒരു പാസ്വേഡ് ഉണ്ടാവും. ആ പാസ്വേഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നേരെ അത് ഓപ്പണായി കിട്ടും. തിരിച്ച് അതേപോലെ തന്നെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ലോക്കാവും. ഹലോ, നമസ്കാരം. എന്താണ് നമ്മൾ 7ാമത്തെ ദിവസം കേട്ടോ. നമ്മൾ ഇങ്ങനെ ഒരു ഹോസ്റ്റലിലാണ് ഇന്ന് നിൽക്കുന്നത്. കുറച്ച് വലിയ ബുദ്ധിമുട്ടുണ്ട്, കാരണം സ്പേസ് കിട്ടാത്തത് കൊണ്ട് ഞാൻ ഇന്നലെ ബുക്ക് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ളതിൽ നമ്മൾ 6 പേർക്ക് ചെറിയൊരു ടോയ്ലറ്റാണ്. ഞാൻ തിരിച്ച് വന്നിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറ്റുമെങ്കിൽ നമ്മൾ ഹോക്കി കാണാൻ പോകാൻ പറ്റുമെന്നുള്ളത് നോക്കുന്നുണ്ട്, ടിക്കറ്റ് കിട്ടുമെന്നൊക്കെ. പറ്റുകയാണെങ്കിൽ നമുക്ക് ഇന്നത് കാണാം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവസ്ഥ. ഇവിടെ ഇതുപോലെ ഒരു ടോപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും നമ്മുടെ നാട്ടിൽ ഷീറ്റ് ഇട്ടിട്ട് ഉള്ള രീതിയിലാണ്. ഇവിടെ പിന്നെ ചൂടൊന്നും എടുക്കില്ല, തണുപ്പായതുകൊണ്ട്. അങ്ങനെ സെക്യൂരിറ്റി ഡോറൊക്കെ ഉണ്ട്. റൂംസിൻ്റെ ഡീറ്റെയിൽസാണ്. ഇവിടെ ഒരു 200 ചില്ലാനും 300 ചില്ലാനും റൂംസ് തന്നെ ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു എത്ര പേരുണ്ടാവും? 1000-ന് മുകളിൽ പേര് ആൾക്കാർ ഇതിൻ്റെ ഈ ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യുന്നുണ്ട്. ഇതാണ് കേട്ടോ ഹോസ്റ്റൽ. നമ്മൾ നിൽക്കുന്ന ഹോസ്റ്റലിലെ വേറൊരു ബ്രാഞ്ചാണ്. അവിടെ ഇന്നലെ റൂമിൽ ഫുള്ള് ഇല്ലാതെയുണ്ട്. ഇതാണ് കേട്ടോ ഇവിടുത്തെ യൂസേജിൻ്റെ ഡീറ്റെയിൽസ്. അതായത് നമുക്ക് വാഷ് ചെയ്യാനുള്ള വാഷ് മെഷീൻ ഒക്കെ നമുക്ക് കോയിൻ ഇട്ടിട്ട് പൈസ ഇട്ടിട്ട് ചെയ്യേണ്ടതാണ്, നമ്മൾ ചെയ്യേണ്ടതാണ്. ഇവരെല്ലാം അപ്പോൾ നമ്മൾ വന്ന് സെൽഫ് ചെയ്യാം. അതാണ് ആ സിസ്റ്റം. ഇത് ഇവിടുത്തെ പുറത്തേത്തെ ഇതാണ് റെസ്റ്റോറൻ്റാണ്. അത് റിസപ്ഷൻ. ഇവിടെയാണ് ഇപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സ്ഥലം. ഓക്കെ, ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ 11 മണിക്ക് നമുക്ക് വെക്കേറ്റ് ചെയ്യണം. ഇന്നലെ വൈകിട്ട് വന്നിട്ട് എനിക്ക് കാണിക്കാൻ കഴിഞ്ഞില്ല, ഭയങ്കര റഷും ആൾക്കാരും പ്രശ്നങ്ങളുമായിരുന്നു. ഞാൻ മോർണിംഗിൽ ഇറങ്ങിയിട്ട് കാണിക്കുകയാണ് റോഡിൻ്റെ. ഇതാണ് ഈ സ്ഥലം. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ള പിന്നെ എന്താ പറയുക, ബക്കാലൊക്കെ എന്തെങ്കിലും പറയാം, നമ്മൾ സൂപ്പർ മാർക്കറ്റ്, ചെറിയ സൂപ്പർ മാർക്കറ്റ്, അങ്ങനത്തെ സംഗതികൾക്കൊന്നും വൈകിട്ട് ആൽക്കഹോളോ മറ്റുള്ള സാധനങ്ങളൊന്നും വെക്കാൻ പാടില്ല. ഓൺലി ഫുഡിൻ്റെ സാധനങ്ങൾ മാത്രമേ വെക്കാൻ പാടുള്ളൂ. പിന്നെ ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ളൊരു പോരായ്മ ഉണ്ടാവും എൻ്റെ. പക്ഷെ എന്നാൽ പോലും ഞാൻ കുറേ ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യും ഓരോ സിറ്റുവേഷൻ. ഇപ്പം ഇന്നലെ തന്നെ ഞാൻ ഇവിടെ വന്ന് താമസിക്കാനുണ്ടായ കാരണം തന്നെ ഇവിടുത്തെ എന്താ അവസ്ഥ എന്ന് അറിയാനാണ്. അപ്പോൾ ഞാൻ രാത്രിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ അത് സമ്മതിക്കില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു ഓപ്ഷൻ ഇല്ല അവിടെ. ഒരു മനുഷ്യന് എപ്പോഴും പുറത്തുനിന്ന് വന്ന ആൾക്കാരും റെഗുലർ ബേസ് ഇവിടെ ഇല്ലാത്ത ആൾക്കാർ, അവർക്ക് പോലും ഏത് സെക്കൻഡും പേടിച്ചുകൊണ്ടിരിക്കുക. അതാണ് എനിക്ക് മനസ്സിലായത്. ഏത് സെക്കൻഡിലും അവർക്കൊരു പേടി വേണം. ആ രീതിയിലാണ് ഇവിടുത്തെ കൺട്രോളും കാര്യങ്ങളൊക്കെ. ഇത് ഇവിടുത്തെ അവസ്ഥ കൊണ്ടാണ്. ഇവിടെ അത്രയും ഇഷ്യൂസും പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ഇവർ ഈ രീതിയിലേക്ക് ഇതിനെ സ്ട്രിക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഇത് ഇൻസൈഡ്. ഓക്കെ, താങ്ക് യു. അപ്പം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ് ഞാൻ. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് 10 യൂറോ ആണ് ശരിക്കും. നമുക്കിവിടെ റൂം എടുക്കുമ്പോൾ 7 യൂറോന് തരും. ഇന്നലെ നമ്മളെ സൈക്കിളിൻ്റെത് പോയതാണത് ആൾക്കാർ. ഇവരെ ഷൂട്ടിങ്ങിൻ്റെത് ഇപ്പോൾ കണ്ടപ്പം വേണം മനസ്സിലാവുന്നത്. നമ്മൾ ഇന്നലെ അറ്റൻഡ് ചെയ്തുകൊണ്ടേ ഷൂട്ടിങ്ങിൽ ഇവരെങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൗണ്ടർ. നമുക്ക് ഇവിടെ നമ്മൾ പ്ലേറ്റ് ആദ്യം എടുത്ത് സൂപ്പ് എടുത്ത് ഓക്കെ കുക്കിങ്ങിൻ്റെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ട് കഴിക്കാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചെറിയ കേക്കുകൾ,
ബ്രെഡ്, ചീസ്, തക്കാളി, കുക്കുംബർ, ഇതിൻ്റെ ജ്യൂസ് ഞാൻ കുടിച്ചു. ഇത് കോഫി. ഇനി വേണമെങ്കിൽ പോയിട്ട് എടുക്കാം. ഇതിങ്ങനെ ഇരുന്ന് സ്ലോയിൽ കഴിക്കും. കാരണം ഞാൻ ഉച്ചക്ക് ഫുഡ് കഴിക്കുന്നില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് എന്തെങ്കിലും ജ്യൂസും എന്തെങ്കിലും കിട്ടുന്ന സാധനങ്ങളെ കഴിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിലിത് ചീസ് നല്ല അടിപൊളി ചീസാട്ടോ. ഇത് ഇറച്ചിൻ്റെത്, ഇത് സമൂസേൻ്റെത്. ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാണ്. താമസിക്കാനുള്ള ബുദ്ധിമുട്ടും ബാക്കിയുള്ളതൊക്കെ തന്നെ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാണ്. അപ്പം ഞാൻ അവിടുന്ന് ഇറങ്ങി. ഓക്കെ, ഇന്ന് ഞാൻ നമ്മുടെ ഹോക്കീൻ്റെ കളിയുണ്ട്. ഇന്നലെ ട്രൈ ചെയ്തിട്ട് ടിക്കറ്റ് കിട്ടിയില്ല. ഇന്നലെ അതിൻ്റെ ഇടയിൽ മഴ പെയ്തപ്പോൾ കോണ്ടാക്റ്റും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി പോകാനൊന്നും കഴിഞ്ഞില്ല. പിന്നെ ഈ സ്ഥലത്ത് താമസമായതുകൊണ്ട് ആകെ മുടക്കുമായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ നേരിട്ടൊന്ന് പോയി നോക്കാമെന്ന് വെച്ചാൽ എൻ്റെ പഴയ ഹോസ്റ്റലിൽ തന്നെ പോയി ലഗേജ് ഒന്ന് വെച്ച്. ഒന്നാമത് എന്താ പറയുക, ലഗേജ് വെക്കാനൊന്നും സമ്മതിക്കില്ല ഇവർ. കാരണം നമ്മളെ 3 മണിക്കാണ് നമുക്ക് എൻട്രി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആളുള്ള സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവർ എൻട്രിയും കാര്യം തരുള്ളൂ. ഇല്ലെങ്കിൽ പുറത്ത് നമ്മൾ ലോക്കറിൽ വെക്കുമ്പം 3 യൂറോ അങ്ങനെയൊക്കെയാണ്. തോന്നിയതിന് ഒരു പ്രത്യേക എല്ലാത്തിനും ഒരു സ്ട്രിക്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാട്ടോ ഇവരതൊക്കെ നമ്മളെക്കാട്ടി മുന്നേ ടൂറിസവും ഇതൊക്കെ പഠിച്ചതാണല്ലോ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓരോരുത്തർ വന്നിട്ട് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് കാണിക്കും. അതൊക്കെ ഇഷ്യൂ ആവുക, മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവരെ മുമ്പേ എല്ലാത്തിനും സ്ട്രിക്റ്റും പൈസയും വരുമ്പോൾ വളരെ കുറഞ്ഞ പ്രാന്തന്മാരെ പ്രശ്നമേ ഉണ്ടാവുള്ളൂ. നോർമലിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, ആറ്റിറ്റ്യൂഡിൻ്റെ ഇഷ്യൂ ഉണ്ടാവില്ല. അപ്പോൾ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആ കാരണം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് അവിടെ കൊണ്ട് ലഗേജ് വെക്കാൻ പറ്റുമോ നോക്കണം. പറ്റിയിട്ടില്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴികൾ കാണണം. എന്നിട്ട് വേണമെങ്കിൽ പോകണമെങ്കിൽ ഈ ഫുള്ള് ലഗേജുമായിട്ട് നമുക്ക് ഇതേപോലത്തെ സ്പോർട്സിൻ്റെ ഏരിയകളോ കുറച്ച് റിസ്ക്കുള്ള ഏരിയകളിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ഇന്നലെ തന്നെ നമ്മൾ സൈക്ലിങ്ങിൻ്റെ അവിടെ നിന്ന സമയത്ത് ഞാൻ എൻ്റെ ലഗേജ് ഉണ്ടായിരുന്നല്ലോ ബാക്കിലെ 2 ബാഗും അവിടെ വെച്ചു. കാരണം ഫോണിലും ഇതിലും രണ്ടിലും കൂടി എടുക്കണം എന്നുള്ള മൂഡുകൊണ്ട് ഞാനത് അവിടെ വെച്ചു. പക്ഷെ അത് വലിയ പ്രശ്നമാണ്. എന്നോട് തൊട്ടടുത്തുള്ള അമ്മച്ചി പറഞ്ഞു തരികയാണ്, നീ നോക്കിക്കോ നിൻ്റെ ലഗേജ് പാരീസാണ്, ആരെങ്കിലും ഈ അങ്ങോട്ട് തിരിയുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ എടുത്ത് പോകുന്നാട്ടത്. ഞങ്ങളെ ഓരോ ഫ്രണ്ട് ഞാൻ എടുക്കാണ്ടിരുന്നതായിരുന്നു. അങ്ങനെ സൈക്കിൾ ഇവിടെ ജനറലി എല്ലാവരും ഉപയോഗിക്കും. ഇതാണ് നമ്മളെ മെയിൻ വലിയ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. എല്ലാ ട്രെയിനും ഇത് നമ്മളെ സ്പീഡ് ട്രെയിനാണ്, ഡബിൾ ലോങ്ങിലേക്ക് പോകുന്നത്, ഒക്കത്തിലേക്ക് കേട്ടോ മൊത്തത്തിലുള്ള. ഞാൻ അവിടെ പോകണമെന്ന് വിചാരിച്ചു. എനിക്കിപ്പോൾ സമയം ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ്സ് ഉള്ളതുകൊണ്ടാണ്. ഇവിടുത്തെ ഞാൻ മനസ്സിലാക്കുന്ന പ്രശ്നം ഇങ്ങനെ ട്രാവൽ വരുന്ന സമയത്തൊക്കെ നമുക്ക് പ്ലാനിങ് ഒക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ പ്ലാനിങ് തെറ്റെങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെല്ലുന്ന സ്ഥലത്തെ സിറ്റുവേഷന്, റൂൾസ്, ആറ്റിറ്റ്യൂഡ്സ് ഇതെല്ലാം എന്തുണ്ടാവും, നമ്മളെ ബുദ്ധിമുട്ടിക്കും. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല ഇവിടുത്തെ സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളാവുകയാണല്ലോ വേണ്ടി. നമ്മളെ സിറ്റുവേഷൻ ഇവരാക്കാൻ എന്തായാലും കഴിയില്ലല്ലോ. അപ്പം നമ്മളെന്ത് ചെയ്യും, അവരെ സിറ്റുവേഷനിലേക്കൊന്ന് പാകപ്പെട്ട് വരുമ്പോഴേക്ക് ഓരോ ദിവസങ്ങളാണ് കടന്നു. പിന്നെ വേറൊന്നും എന്താ പറയുക, ഞാൻ ഈ ഒളിമ്പിക്സിൻ്റെ എയിം വെച്ച് വന്നതുകൊണ്ട് എനിക്ക് ഈ ഒളിമ്പിക്സ് ഫോക്കസ് ചെയ്യണം എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ടാണ്. അതില്ലായിരുന്നെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമ്മളിങ്ങനെ നമ്മളെ മൂഡിനനുസരിച്ച് നല്ല സ്ഥലങ്ങളും കാര്യങ്ങളും കണ്ട് അവിടുത്തെ അവസ്ഥകൾ അവതരിപ്പിച്ച് ഇങ്ങനെ ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ എനിക്ക് നമ്മൾ വന്നത് ഒളിമ്പിക്സിൽ തന്നെ ഒരു ഭാഗ്യമാണല്ലോ. ഈ ടൈമിന് എനിക്ക് ഇവിടെ എത്താൻ പറ്റാന്നൊക്കെ എമ്മാതിരി എക്സ്പെൻസീവ് വന്നറിയങ്ങൾ. ഇപ്പോൾ ഞാൻ ലണ്ടനിൽ നിന്ന് തന്നെ വന്ന കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ട് നോക്കുമ്പോൾ അവർക്ക് മെനിയാന്നൊന്നും ഇങ്ങോട്ടേക്ക് ഫ്ലൈറ്റോ ഭയങ്കര റേറ്റും ഇല്ലായും. ഇപ്പോൾ എത്ര റേറ്റ് കൊടുത്താലും അവർക്ക് വെള്ളിയാഴ്ച ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഞായറാഴ്ച തിങ്കളാഴ്ച തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് പക്കായിട്ടില്ല. ബസ്സിന് അങ്ങനത്തെ ഒരുവിധം മേഖലകൾക്കൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ലണ്ടന്, അയർലൻഡ്, സ്കോട്ട്ലൻഡുകാർ ഇവരൊക്കെ കുറേ ഞാൻ പരിചയപ്പെട്ടു, ബെൽജിയക്കാർ. അപ്പം ഇതാണ് അവസ്ഥ. പിന്നെ നമ്മൾ ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു മാമാങ്കത്തിൻ്റെ അടുത്താണല്ലോ ഉള്ളത്. അത് സത്യമല്ലേ? അപ്പോണ്ട് ഒരു ചിരി. ലോകത്തിലെ ഏറ്റവും വലിയ മാമാങ്കമാണല്ലോ ഇത്. കഴിഞ്ഞിട്ടല്ലേ വേൾഡ് കപ്പ് പോലും ഉള്ളൂ. ആ മാമാങ്കത്തിൻ്റെ
സ്ഥലത്തേക്ക് നമുക്ക് എത്തിപ്പെടുക അത് ആവുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഈസിയല്ല. ആദ്യം നമ്മൾ നാഷണൽ മാമാങ്കം, അത് കഴിഞ്ഞ് ഏഷ്യൻ മാമാങ്കം, അത് കഴിഞ്ഞ് വേൾഡ് കപ്പ്, ഇതൊക്കെ ഇങ്ങനത്തെ ഒക്കെ കുറേ എക്സ്പീരിയൻസ് ചെയ്തിട്ട് വേണം ശരിക്കും ഇവിടെ വരണമെങ്കിൽ. പക്ഷെ എനിക്ക് ആ സമയത്ത് വിസ തരികയും പിന്നെ എല്ലാം കൂടി ആയപ്പോൾ എനിക്ക് പോരണമെന്നും തോന്നി. പിന്നെ ഒളിമ്പിക്സിൻ്റെ സമയത്ത് പാരീസിൽ വരാൻ കഴിയുക, ഏതെങ്കിലും ഇന്നലത്തെ സൈക്കിൾ റേസിങ് കണ്ടതുപോലെ ഏതെങ്കിലും കാണാൻ കഴിയുകയാണെങ്കിൽ കാണാമല്ലോ, അതും കൂടി വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഹോക്കീൻ്റെത് ഞാൻ എന്തായാലും ഒരു ശ്രമം നടത്തും. ഇപ്പോൾ എത്തിയിട്ട് ഹോക്കീൻ്റെ കാണാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഹോക്കി എന്ന് കാണാം. ഹോക്കി കളി കാണുക എന്നുള്ളതല്ല കേട്ടോ, ഹോക്കി കളി നിങ്ങൾക്ക് ടി വിയിലും കാര്യത്തിലൊക്കെ കാണാം. അവിടുത്തെ ആ സമയത്തെ ആറ്റിറ്റ്യൂഡ്സ്, അവിടെ ഔട്ട് സൈഡ് എന്താ സ്ഥിതി, പോകാൻ പറ്റുമോ പോകാൻ പറ്റൂലേ, എന്താ സിറ്റുവേഷന്. ഇപ്പോൾ എനിക്ക് തന്നെ ഒളിമ്പിക്സിൽ നിങ്ങൾക്കും മനസ്സിലാവുന്നുണ്ടാവും വിചാരിക്കുന്നത്. ഒളിമ്പിക്സിൽ നമ്മൾ പ്ലാൻഡായി ടിക്കറ്റ് ഓൺലൈൻ ബുക്ക് ചെയ്ത് ഒക്കെ വേണം ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ. താമസം കാര്യങ്ങളൊന്നും വിഷയമല്ല കേട്ടോ. താമസം കാര്യങ്ങളൊക്കെ ചിലപ്പം പല രീതിയിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇന്നലെ തന്നെ എനിക്ക് എവിടെയും കിട്ടിയില്ല. അവസാനം ഞാൻ ഇവിടെ വന്ന് താമസിച്ചില്ലേ. ഒരു ദിവസം നമ്മൾ വിചാരിച്ചതോ നമുക്ക് ആഗ്രഹിച്ചതോ ഒന്നും അല്ലാതെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തൊരു സ്ഥലത്ത് താമസിച്ചിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല. ഇവിടെ വരെ ഭയങ്കരമായിട്ട് പേടി തോന്നും. കാരണം ചിലത് ആ ഇന്നലത്തെ ആ സെക്യൂരിറ്റീൻ്റെ ആളെ കണ്ടില്ലേ, അപ്പോൾ കറുപ്പനെ. അപ്പോൾ ഇവരങ്ങനെ ഒരു സംഗതി കൂടി ഇവർക്കുണ്ട്. ആ ഒരു ഭയങ്കര ഹൈറ്റും വെയിറ്റും ഒരു പ്രത്യേക ഫേസും പ്രത്യേക വോയിസും ഓ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിക്കുക. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും. പിന്നെ അതൊക്കെ എക്സ്പീരിയൻസിലൂടെ നമ്മൾ എന്താ പറയുക അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക എന്നല്ലാതെ അതിനൊക്കെ പേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പേടിക്കാനേ നേരം ഉണ്ടാവും. കഴിഞ്ഞ ഇന്നലെയും മെനിയാന്നൊക്കെ എടുത്തിട്ടുണ്ടാവും ട്രാക്ക്, സൈക്കിൾ ട്രാക്ക്. ഇത് നല്ല ഇത് ചെയ്ത് നമ്മൾ ആ ടയർ എന്താ പറയുക ടാറിങ് പോലെ ചെയ്ത സിന്തറ്റിക് ട്രാക്ക് കേട്ടോ. സിന്തറ്റിക് ട്രാക്ക് സാധാരണ ചുവപ്പിലാണ് നമ്മൾ അവിടെയൊക്കെ ചെയ്യാറ്. പക്ഷെ ഇത് കറുപ്പിലും ഉണ്ടാവാൻ മതിയാവും. ചുവപ്പിലും ഗ്രീനിലും അല്ലേ നമ്മളവിടെ ചെയ്യാറ്, പ്രത്യേകം മനസ്സിലാവാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ ഇവിടെ ഇത് കറുപ്പിലാണ്. ഇതിൻ്റെ ബാഗ് സിസ്റ്റം കണ്ടെന്ന് ഇന്നലെ ലേശം നല്ല ഇതായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ടീഷർട്ടും ഇതെല്ലാം കൂടി ടൈറ്റ് ചെയ്ത് ഇറങ്ങുമ്പോൾ വെയിറ്റ് ഉണ്ട്, പക്ഷേ ഒരു ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് കുറച്ച് ദൂരം നടക്കാൻ ബുദ്ധിമുട്ടില്ല എന്നുള്ള രീതിയിൽ ക്യൂട്ടായിട്ട് കംഫർട്ടായിട്ട്, അതാണ് അതിൻ്റെ വേർഡ്, കംഫർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. കുറേ കഷ്ടപ്പാടുണ്ട്, ഇന്നലെ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്, രസമല്ലേ. ഇത് സൈക്കിൾ ട്രാക്ക്, അതിൽ കൂടെ നടക്കരുത് മോനെ, ചേഞ്ച് ട്രാക്ക് അങ്ങനെ പറഞ്ഞു. ചേഞ്ച് ട്രാക്ക് ഭയങ്കര ഒച്ചയിൽ ഞാൻ പറഞ്ഞു ഓക്കേ മാറിയെന്ന്. സംഭവം സത്യമാണ്. ഇതിൽ ഭയങ്കര സ്പീഡിൽ ഡ്രൈവെന്ന് പറഞ്ഞിട്ട് കൊണ്ട് പോയി പ്രാക്ടീസ് ചെയ്ത് വരുന്നതാണ്. നമ്മളവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ തെറ്റാണെന്നൊന്നും പോയിക്ക് പറയാൻ കഴിയില്ലല്ലോ ബാക്കിൽ നിന്ന് വരുമ്പോൾ. അപ്പോൾ പേടിച്ചിട്ടുള്ളതാണ്, ഒക്കെ കറക്റ്റാണ്. അങ്ങനെ പാരീസിലെ എൻ്റെ തറവാട്ടിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. ഇന്നലെ ചെറിയൊരു അനുസരണക്കുറവ് ഞാൻ കാണിച്ചിട്ട് പോലെന്നെ പുറത്താക്കി, വായിച്ചിന്നെ പുറത്താക്കി. വായിച്ച് പറഞ്ഞാൽ ഈ ഇവിടെ കണ്ടായി പൊയ്ക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിഷമത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങി. വായിച്ചങ്ങനെ പറയുന്നു ഞാൻ വിചാരിച്ചില്ല, നമ്മളെ തറവാടല്ലേ. പക്ഷേ വിഷമത്തോടെ ഞാൻ ഇറങ്ങി വായിച്ചിൻ്റെ കുടുംബക്കാരെ വീട്ടിൽ തന്നെ പോയി ഇന്നലെ നിന്ന്. പക്ഷേ എനിക്കിഷ്ടമായില്ല കുടുംബക്കാരെ വീട്ടിൽ നിന്നപ്പോൾ. ഇന്ന് രാവിലെ തന്നെ അവിടെ നിന്ന് റെഡിയായിട്ട് ഞാൻ നേരെ എൻ്റെ തറവാട്ടിലേക്ക് വരികയാണ്. എന്താണ് വായിച്ച് സമ്മതിക്കുമോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. എന്തായാലും എൻ്റെ തറവാടല്ലേ, എനിക്ക് എൻ്റെ തറവാട് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം വായിച്ചിൻ്റെ ദേഷ്യം മാറിയിട്ടുണ്ടോ, ഇന്ന് അനുവദിക്കുമോ ഇല്ലയെന്ന്. ഇല്ലെങ്കിൽ വീണ്ടും കുടുംബക്കാരുടെ അടുത്തേക്ക് തന്നെ പോകേണ്ടി വരും. പക്ഷെ എനിക്ക് ഒരു താല്പര്യമില്ല. എനിക്ക് എൻ്റെ എൻ്റെ തറവാട്ടിൽ തന്നെ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം, ഇവിടെ തിരക്കൊന്നുമില്ല. അപ്പോൾ മറ്റൊരു രസം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ നമ്മളെ ജർമ്മനിയിലെ അപ്പൂപ്പൻ സൈക്കിളർ, പഴയ സൈക്കിൾ കിലാടി കേട്ടോ. ജർമ്മനീൻ്റെ പണ്ട് നാഷണൽ പ്ലെയറോ എന്തൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ആളെ അവിടുന്ന് വിടുകയാണ്, ഇവിടുന്ന് മൂപ്പര്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ മൂപ്പരെ നമ്മളെ ക്ലോസാണ്, ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മീറ്റ് ചെയ്തു, രണ്ടാമത് സെക്കൻഡ് മീറ്റിംഗ് റൈറ്റ്.
Yeah. അപ്പോൾ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. യു ടെൽ മീ അബൌട്ട് മീ ആൻഡ് ഇന്ത്യ, അബൌട്ട് യുവർ ജർമ്മൻ. ഓക്കെ പ്ലീസ്. About my travel? Yeah, your travel about me. I'm so happy to have met you here. Thank you. Yeah, we have communication after that. Yes, okay. Okay. Okay, then your ride, tell me about your ride. Oh, I came here by bicycle from Luxembourg. Yeah. I want to go straight to the Atlantic. That's Yes. Mont Saint-Michel. Yes. A hill with a castle and church on it. Very beautiful. And afterwards I tried to go a little bit south and then back home to Germany along the river Loire. It's Okay. another river. Yesterday I met the cycle ride in by road. You met the final cycling Yes. here. Yes. Oh yes, they I'm passed also, me three times. Three times. Yes. Yes, great. Where you stay? On Montmartre. Okay. It's called Montmartre. Yeah, I stay this side. This This side. I tried to meet you that time, but couldn't connect. Okay. Okay. And nice to meet you. Nice to meet you too. Okay, Cool. thank you very much. Great. Keep in touch. Yes, let's keep in touch. Okay. Yeah, I great. like you very much. Very. This I is like you cycling. too. Yes. This cycling very fun. This one, right? Seriously, Very you enjoying with this, right? Yes, I enjoy it. Yeah, I also. Yes. You know, I also very enjoying with this. Today, which area you going? Out of Paris. Okay. And I have a route here going. Already prepared. Okay. I'm Then, prepared going to the west, okay. west, straight west as possible. Then Yeah. come back here. No, no. You going to directly where? Today, where you stay? Today I don't know. You in not the tent. fixed. In the tent. In the tent. Then you right going now. Yes, Okay. to the Atlantic. This yes. time finish Paris. Yes, today is finished. Finished, Yes. Paris. 4 days. Okay. Yeah. Okay. You. That's the route. Paris, Yeah. going south, Yes. and then west Okay. to Okay. Mont Saint-Michel. Okay. Next time we plan together. Huh? Are we Next keeping yeah, touch? If together. you come to Germany, Yeah. if you like to come, it's not as beautiful as here. Yes. I'm sorry. Germany. I know. Germany. Yes. Very nice. It's okay. But when I came your place, we go cycling together. Right? Oh yes, yes. I I had have you- many bicycles. Wow, you have many. Okay. Seriously. Yeah. Thank you very much. Thank you very much. അങ്ങനെ നമ്മളെ തറവാട്ടിൽ എൻട്രി ആയി. ഓക്കെ. അവർ എൻ്റെ ഇന്നലെ പൊയ്ക്കാഴ്ചയെന്നൊക്കെ ചോദിച്ചു, പക്ഷെ പോയില്ലാതെ നിവൃത്തിയില്ല. അങ്ങനെ തിരിച്ചു വന്നു. ഇന്നിപ്പം ഇവിടെയാണ്, തറവാട്ടിലാണ്. അപ്പോൾ തറവാട്ടിൽ എൻട്രി അങ്ങോട്ട് ആയിട്ടില്ല. അപ്പോൾ ഓക്കെ പറഞ്ഞിട്ടുണ്ട്, പെർമിറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് കയറാമെന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് സംഗതികളൊക്കെ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ആയിരിക്കും സ്റ്റേ. ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നമ്മൾ നാളെ തറവാട്ടിൽ നിന്ന് എങ്ങോട്ട് പോകും? പാരീസ് വിടും, ലണ്ടനിലേക്ക് കേട്ടോ. ലണ്ടനിലേക്ക് ബസ് എടുത്ത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞങ്ങളോട് പറയാം. ഇന്ന് നമ്മൾ ഇവിടെ തറവാട്ടിൽ നമ്മളെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നമ്മൾ പുറത്ത് ഞാൻ പറഞ്ഞ പോലെ ഹോക്കീൻ്റെ മത്സരം കാണാൻ പറ്റുമെന്ന് നോക്കും. കഴിയുമെങ്കിൽ നമ്മൾ ഹോക്കീൻ്റെ മത്സരം കാണും, അല്ലെങ്കിൽ ആ ഭാഗങ്ങളിൽ പോയിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഹരവും ഡീറ്റെയിൽസും അവിടുത്തെ അവസ്ഥയൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ തറവാട്ടിലെ നമ്മളെ പുതിയ റൂമാണ്, 12 പേരുള്ള റൂമാണ്. ഒന്നോടുമ്പോൾ തന്നെ ബേസിനുണ്ട്. പിന്നെ ഇവിടെ 4 കട്ടിലുകൾ, ഇവിടെ 8 കട്ടിൽ, അവിടെ 4 കട്ടിൽ, ടോട്ടൽ 12. ലോക്കർ ഇതെൻ്റെ ബാഗ് വെച്ചുണ്ട്. നല്ല വൃത്തിയുള്ള ഹോസ്റ്റലാണ്. അവിടെ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ ആട്ടത്. പുറത്തേക്ക് നമുക്ക് കിട്ടുന്ന വ്യൂ ആണ്. അപ്പം നമ്മുടെ ഈ പുഴൻ്റെ അവിടെ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ബാക്കിയുള്ളതുണ്ട്. നമുക്ക് ആകെ വൃത്തിയുള്ള താമസിക്കാനും കിടക്കാനുള്ളത് ഉള്ളൂ. ഇപ്പോൾ ഇത് ഈ ജി ആണ് എൻ്റെ നമ്പർ. അപ്പോൾ നമ്മൾ ബർത്തിൽ ട്രെയിനിൽ കയറി കിടക്കുന്നത് പോലെ നമ്മൾ കയറി രാത്രി കിടക്കുക, ഇവിടെ ലഗേജ് വെക്കുക. ഏകദേശം നമ്മൾ വൃത്തിയുള്ള ഒരു ട്രെയിനിൽ സഞ്ചരിക്കുന്ന ഫീലിംഗ് അത്രയേ കാണേണ്ടതുള്ളൂ. ഓക്കെ. പിന്നെ ഞാൻ ടോയ്ലറ്റ് കാണിച്ചു തരാം. ഒരു സെക്കൻഡ് കേട്ടോ. ഇപ്പോൾ നമ്മളിങ്ങനെ ഡോറ് തുറന്ന് പോകുമ്പം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ കാർഡ് ഉണ്ടാവണം. കാർഡില്ലെങ്കിൽ നമ്മൾ കുടുങ്ങിയ സൈഡായതാണ്. ടോയ്ലറ്റൊക്കെ കണ്ടങ്ങൾ ഇതാ ഇന്നലത്തേനേക്കാളൊക്കെ എത്രയോ മെച്ചമാണ്. ബാത്റൂം ഇവിടെ ബേസിനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കുടിക്കാൻ.
ഇതുണ്ട് ഷവറിൻ്റെ അടയാളമുള്ളത്. ഇതിലാണ് നമുക്ക് ഷവർ ഡയറക്റ്റ്. ഇത് വലിയ കുഴപ്പമില്ല. അവിടെ വന്ന് അനുഭവിച്ച് വന്ന് നോക്കുമ്പോൾ ഇവിടെ തറവാട്ടിൽ കുഴപ്പമില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് ബേസനും കാര്യങ്ങളും അങ്ങനത്തെ എല്ലാ സൗകര്യവും, ജനറലി എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. ഒന്ന് ഫീമെയിൽ, പക്ഷേ സംഭവം നമുക്ക് എന്താ പറയുക, ആ ഒരു ഫ്രീഡം സ്വാതന്ത്ര്യം കുറയും. അതുകൊണ്ട് നല്ലതാണ്. കുറച്ച് ശ്രദ്ധിക്കും, കുറച്ച് അച്ചടക്കം പഠിക്കും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലുണ്ടാവും. ഇതാണ് നമ്മളെ വഴികൾ. ഇത് 411 കാണുന്നുണ്ട് നിങ്ങൾ അപ്പുറം, അതാണ് എൻ്റെ റൂം. അവിടുന്ന് ഇങ്ങനെ വന്ന് 404. വൃത്തി എന്ന് പറഞ്ഞാൽ അടിപൊളി വൃത്തിയാണ്. വൃത്തി, സെക്യൂരിറ്റി, പിന്നെന്താ പറയുക, എല്ലാ സർവീസും. ഉറങ്ങാനും തൂറാനും ഒക്കെ ഉള്ള ഒരു നമുക്കുള്ള ഒരു സൗകര്യക്കേട് എന്നല്ലാതെ വേറൊന്നും നമുക്ക് ഇവിടെ ഇല്ല. ഓക്കെ, അപ്പം ഇത് സെലക്ട് ചെയ്യാവുന്നതുള്ളൂ. ഈ ഗ്രൂപ്പ് ഓൾ യൂറോപ്പിലുണ്ട്, ഫുൾ യൂറോപ്പിൽ ഈ ഗ്രൂപ്പുണ്ട്. ഇതിൽ മെമ്പർഷിപ്പായ ഡിസ്കൗണ്ട് ഉണ്ട്, 5%, 10%. നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഞാൻ. ഇനിയിപ്പം പുറത്ത് പോയിട്ട് മെട്രോയിൽ നമ്മൾ അവിടെയൊക്കെ സെക്യൂരിറ്റി ഉണ്ട്. മെട്രോ ചെക്ക് ചെയ്യുകയാണ് നമ്മൾ. ഓക്കെ, മെട്രോയിൽ നമ്മളെ നാളെ ബസ്സിന് പോകുന്നത്, നാളെ നമ്മൾ UK ലണ്ടനിലേക്ക് ബസ്സിന് പോകുന്ന മെട്രോൻ്റെ അടുത്തേക്കാട്ടോ പോകുന്നത്. അപ്പോൾ അതൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അവിടെ പോയിട്ട് ഇന്ന് തന്നെ അതിൻ്റെ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ നോക്കി വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതാണ് നമ്മൾ സൈക്കിൾ ട്രാക്ക് കേട്ടോ. ഈ സൈക്കിൾ ട്രാക്ക് ഉള്ളത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഒന്ന് ഹെൽത്തി ഒക്കെയാണ്, സമയം ലാഭം, പൈസ ലാഭം, ഒരുപാട്. അപ്പോൾ ഈ സൈക്കിൾ ട്രാക്ക് എന്ന് പറയുന്ന സിസ്റ്റം നോക്കി, നിങ്ങൾ എത്ര വയസ്സായ ആൾക്കാരെ അറിയാം ചോട്ടി പോകുന്നത്. നല്ല സൈക്കിളായിരിക്കും, ഇലക്ട്രിക്കൽ, കറണ്ടിൻ്റെ ഇതും കൂടി മിക്സ് ഉള്ളതുണ്ട്. അത് മാത്രമല്ല ഇല്ല കേട്ടോ, ചവിട്ടലിതാ ഈ ഒരു സാധനം വേറെ ഉണ്ട്, ഇതിങ്ങനെ പോകുന്നത്. എന്തായാലും ഇത് ഈ ട്രാക്കും പിന്നെ നല്ല സൈക്കിളുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇത് നല്ല ഹെൽത്തിയാണ്. ഇത് അവിടെയൊക്കെ സൈഡുകളിൽ ഇതേപോലെ കളിക്കാനുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യാനുള്ളത് പണ്ട് മുതലുള്ള പാലാട്ടോ. നമ്മളെ പറഞ്ഞ പോലെ ഇരുമ്പിൻ്റെ പാലങ്ങളാണ്. ഈ പാലം ക്രോസ് ചെയ്തപ്പോഴാണ് കേട്ടോ നമ്മൾ സ്റ്റേഷൻ വരുന്നത്. റിക്കിറ്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനാണ് റിക്കിറ്റ്. അത് നമ്മൾ നടന്ന് പാലം കയറണം, അപ്പോഴാണ് നമുക്ക് ആ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. ഇവിടെ ഭയങ്കര വ്യൂ ആട്ടോ. നമ്മളെ താമസിക്കുന്ന ഇപ്പോൾ റൂമില്ലേ എടുത്ത തറവാട്, അപ്പോൾ അവിടുത്തെ വ്യൂ കാണിച്ചില്ലേ ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കി നിങ്ങൾ എല്ലാ ആക്ടിവിറ്റീസും ഫാമിലി ഇവിടെ ഇപ്പോൾ ഫാമിലി വർക്കുകളൊക്കെ വരികയാണെങ്കിൽ ഇതുപോലത്തെ കുറേ സംഗതികൾ ഇവിടെ ചെയ്യാൻ പറ്റും. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടെങ്കിൽ എന്താല്ലേ ഇത്ര രസമുള്ളൊരു സ്ഥലം വേറില്ല. അതായത് എല്ലാ ഫാമിലികൾക്കും നല്ല രസവും ഫുഡും ഇരിക്കാനും ബോട്ടിങ്ങും. ഇത് തന്നെയാണ് ഞാൻ കനോലി കനാലിൻ്റെ കഥ പറയുന്നത്. ഇതൊരു കനാലിന് സെറ്റ് ചെയ്താൽ അടിപൊളിയായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഒരു സംഗതിയാണിത്. അപ്പോൾ ഇതൊരു വലിയ പോയിൻ്റാണ് നമുക്ക് പഠിക്കാൻ. വലിയ എക്സ്പെൻസീവ് ഒന്നും വരാനില്ല. സൈഡ് കെട്ടി ഞാൻ അന്ന് പറഞ്ഞ പോലത്തെ കച്ചറിൻ്റെ സാധനം നീക്കി. ഇത് തന്നെ ഉദാഹരണം, നമ്മളെ കനോലി കനാലിൻ്റെ സൈഡിൽ ആൾക്കാർക്ക് വന്ന് എൻ്റർടൈൻ ചെയ്യുക, ഇരിക്കുക, ഓക്കെ, ബോട്ടിങ് കാര്യങ്ങൾ, എല്ലാ സംഗതികളും. എന്തിന് വലിയ സർവീസ് വരെ ഇതിൽ കൂടിയാണ് നടക്കുന്നത്. ഇതാണ് വലിയൊരു പാടായിട്ട് പഠിക്കാനുള്ളത്. ഇവിടങ്ങളിൽ കണ്ടെങ്കിൽ ഈ കയാക്കിങ്ങിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്ക് വേണം വന്ന് ട്രെയിൻ ചെയ്യാം. ഈ കയാക്കിങ്ങിൻ്റെ ട്രെയിനിങ്, ബോട്ട് അടിക്കാനുള്ള ട്രെയിനിങ്ങിനുള്ള ഏരിയ തിരിച്ചു വെച്ചാട്ടോ. ഇതിനൊന്നും പ്രത്യേക ചിലവോ പ്രത്യേക കാര്യങ്ങളോ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഈ കുട്ടികൾക്ക് സ്വിമ്മിംഗ് പൂള് പോലെ സെയിം വെള്ളത്തിൽ ഒരു പാർട്ടീഷൻ ചെയ്ത് വെച്ചതാണ് ആൾക്കാർക്ക് കുളിക്കാൻ. ഇതൊക്കെ പുഴയിലെ വെള്ളം തന്നെയാണ് കേട്ടോ, അല്ലാതെ സ്വിമ്മിംഗ് പൂളോ കാര്യങ്ങളോ അല്ല, നാച്ചുറൽ വാട്ടറിൽ തന്നെയാണ്. ഇത് നമുക്ക് എപ്പോഴും അനുകരിക്കാവുന്നതാണ്, വലിയ ചിലവും വരാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഇതിലൂടെ ക്രോസ് ചെയ്ത് നമ്മൾ മെട്രോയിലേക്ക് പോവുകയാണ്. നമുക്ക് നാളത്തെ ബസ്സിൻ്റെ സ്റ്റോപ്പാണ് നമ്മളെ എയിം പോകുന്നത്. ഞാനത് അവിടുന്ന് കണ്ടപ്പോൾ ഇത്ര ചിലവ് കുറയാൻ, അതായത് നമ്മളിൽ ഈ വെള്ളം സൗകര്യം ഒക്കെ ഉണ്ട്, അവിടെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിനൊന്ന് വൃത്തിയാക്കി കഴുതെടുക്കാനുള്ളൂ. കുറഞ്ഞ ഏരിയ മാത്രം ചെയ്താൽ മതി. നമ്മൾ കൂടുതൽ ഏരിയകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കുറഞ്ഞ ഏരിയ ചെയ്താൽ തന്നെ എത്രയോ ആൾക്കാർക്ക് അത് വലിയൊരു ഉപയോഗമാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ ഇതിൽ കയറിയിട്ടുണ്ട്.
അറിയില്ല എങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം എന്നൊന്നും മനസ്സിലായില്ല. ഇത് വലിയ വേറൊരു റെയിൽവേ സ്റ്റേഷൻ വേറൊരു സംഭവമാണ്. പക്ഷെ നമ്മൾ ടിക്കറ്റിൻ്റെ ഗൂഗിളിൽ ഇത് കാണിക്കുന്നതുകൊണ്ട് ഞാൻ അതിൽ കയറുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമാവില്ലെന്നൊന്നും അറിയുന്നില്ല, മനസ്സിലാവില്ല. ഞാൻ കയറുകയാണ് ഇതിൽ. ഈ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഉസ്മാൻ സെൻ ലസാർ. ഞങ്ങളോട് പറഞ്ഞില്ല, ഇവിടുത്തെ ഏറ്റവും വലിയ ഫാഷനിസ്റ്റായ ആളായിരുന്നു 100 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ആ ആളെ. ഈ ട്രെയിന് വേറെ തന്നെ ഒരു ട്രെയിനാണ് കേട്ടോ, ഫുൾ ലെങ്തി ആയിട്ടുള്ള അടിപൊളി ട്രെയിനാണിത്. അതാണ് നമ്മളെ ട്രെയിനിൽ ഇപ്പോൾ. ഇതൊന്ന് മാറിക്കയറാനുള്ള 4 യൂറോയിലാണ് നമ്മൾ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലേക്ക് കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുന്നത്. ഇത് വലിയൊരു സ്റ്റേഷനാട്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു ഫേമസ് സ്റ്റേഷന്, സെൻ ലസാർ ഹുസൈൻ. ഞാൻ പറഞ്ഞ ഫാഷൻ്റെ ആൾ, ഇയാളാണ് ഫാഷൻ കണ്ടുപിടിച്ചത്. ഇത് വലിയ ട്രെയിൻ ആയതുകൊണ്ട് ഇവിടെ ഫുൾ ആൾ ഇവിടെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇത് ലാസ്റ്റ് സ്റ്റോപ്പാന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഇവിടെ നിന്ന് മാറിയിട്ട് ലൈൻ 13ലേക്ക് മാറണം, 13. ഇതിൽ കുറേ ടൈപ്പ് ട്രെയിനുകളുണ്ട് ഇവിടെ. അപ്പുറം പോകുന്നത് കണ്ടില്ല നിങ്ങൾ, 2 തട്ടുള്ള ട്രെയിനുകൾ, അതൊക്കെ ലോങ് പോകുന്നതായിരിക്കും. ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് 13ലേക്കാണ്. 13ലേക്ക് 32. ഇത് 13 ആണോ എന്ന് അറിയില്ല. ദിസ് ഗോയിങ് 13. എസ്കുലേറ്റർ സ്ട്രേറ്റ്. താങ്ക് യു. അത് സ്റ്റെപ്പ് ആയിരുന്നു. ഇതാ വലിയ ട്രെയിൻ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുള്ള വലിയ ട്രെയിൻ. ഇത് മെട്രോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ താമസം ഇതാക്കരുത്. ഇതിപ്പോൾ നമ്മൾ ഈ PR എന്ന് പറഞ്ഞതിലേക്ക് വന്നപ്പോഴാണ് കേട്ടോ നമുക്ക് ഈ ഇതുണ്ടായിരുന്നില്ലേ. PR-ൻ്റെ എസ്കുലേറ്ററാണ് ഞാൻ പറഞ്ഞ വലിയ എസ്കുലേറ്റർ. അത് വലിയ ട്രെയിനാണ്. നമ്മൾ ഏറ്റവും അടിയിലാണ്, മെട്രോയിലെ 3ാമത്തെ തട്ടായിട്ടുള്ള മെട്രോയിലാണ് ഈ PER എന്ന് പറഞ്ഞ റെയിൽ കിടക്കുന്നത്. ആ റെയിലാണ് നമ്മൾ ഈ പറഞ്ഞ വലിയ റെയിലൊക്കെ ഇവിടെ സിറ്റീൻ്റെ അകത്ത് പോകുന്നത് കേട്ടോ, പാരീസിൽ. ഒരു അപാര ട്രെയിനാണ്, അല്ല സ്റ്റേഷനാണ്. ഇവിടെ ഞാൻ പറയാൻ വിട്ടൊരു സംഗതി, ഫുള്ള് വലിയ റൗണ്ടിലാണ് കേട്ടോ. അത് വരെ ഒരു ഐക്കണാണ്. ഈ റൗണ്ടിലുള്ള ഇതെന്ന് പറയുന്നത് ഇവനക്കൊരു ഐക്കണാണ്. പിടിച്ചതിലും വലുത് മാളത്തിൽ നിന്നുള്ള കോലത്തിലാണ്. ഇവിടുന്ന് നേരെ വരുന്നത് ഒരു മാളിലേക്കാട്ടോ. ഒരു മാളിൽ കൂടി ക്രോസ് ചെയ്തിട്ട് വേണ്ടി വരും നമുക്ക് എങ്ങോട്ട് പോകാൻ, നമ്മളെ 13ലേക്ക് പോകാൻ. ഇതാ 13ൻ്റെ ട്രാക്ക് കാണുന്നുണ്ടല്ലോ നിങ്ങളല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കടന്നിട്ടാണ് നേരെ 13ലേക്ക് പോവുക. അങ്ങനെ നമ്മൾ 13ലേക്ക് കടന്നു. 13ലേക്ക് കടന്നില്ല, ഇതൊരു മാളിൻ്റെ ഉള്ളിൽ കൂടിയാണ്. 13ലേക്കുള്ള ട്രാക്ക് ഇങ്ങോട്ടും അങ്ങോട്ടും ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പോകാനുള്ള സ്ഥലം നോക്കിയിട്ട് വേണം. സെൻറ്റ് ഡെനീസ് യൂണിവേഴ്സിറ്റി ഇങ്ങോട്ടേക്ക്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് കയറുകയാണ്. ഇങ്ങനെയാണ് കേട്ടോ മെട്രോ കൈകാര്യം ചെയ്യേണ്ടത്. പൊളിഞ്ഞെടുക്കുന്ന സ്ഥലമുണ്ട് നന്നാക്കാൻ. മെട്രോ ഇങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. കാരണം പല രാജ്യങ്ങളിലും മെട്രോൻ്റെ ഒരു സ്റ്റോപ്പിൽ നിന്നും മറ്റൊരു ട്രെയിനിലേക്ക് മാറിക്കയറാൻ, ഹോങ്കോങ്, ചൈന അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പല ജംഗ്ഷനുകളിൽ എന്തുണ്ടാവുന്നുണ്ട്, പല ദൂരങ്ങൾ ഒരു മാളിലൂടെ കടന്നിട്ടോ ഒരു പുഴ കടന്നിട്ടോ അങ്ങനെയൊക്കെ പല രീതിയിലുണ്ടാവും. പക്ഷെ ഒരു ആ ട്രാക്ക് കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ട്രാക്ക് ഇങ്ങനെ വായിച്ച് നോക്കി വേണം നമ്മൾ പോകാൻ. നമ്മൾ 13ൻ്റെ അവിടെ എത്തി. അപ്പോൾ ഈ ട്രെയിനിൻ്റെ പ്രത്യേകത കണ്ടെങ്കിൽ ഇത് വേറെ രീതിയിലാണ്. ഇത് നമ്മൾ ബാങ്കോക്കിലൊക്കെ ഇങ്ങനെയാണ്. ബാങ്കോക്കിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, മുകളിലുള്ള ട്രെയിൻ പോയവർ കണ്ടിട്ടുണ്ടാവും. ഇതിനൊക്കെ എൻട്രൻസ് ഇങ്ങനെ ഉണ്ടാവുക. ഇത് ഡോറും ട്രെയിൻ വന്നു കഴിഞ്ഞാൽ ഡോറ് തുറക്കും, ഇതിന് ശേഷം ട്രെയിൻ പോകുമ്പോൾ ഡോർ അടയും. ആ രീതിയിലുള്ള പല രീതിയിലുള്ള വില ഉണ്ട് കേട്ടോ. പക്ഷെ അപ്പോഴും വില ഷേപ്പ് കണ്ടെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഷേപ്പ് റൗണ്ട് തന്നെയാണ്. അപ്പോൾ പാരീസിൻ്റെ ഐക്കണാണ് ഈ റൗണ്ട് എന്നുള്ളത്. സ്റ്റേഷനിൽ പുറത്തേക്ക് കിടക്കുകയാണ്. ഇവിടെ സൈക്കിളിൻ്റെ സ്റ്റാൻഡ് ഉണ്ട്. ഇത് ഏകദേശം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഏകദേശം സംഭവം ഒരു റൂറൽ ഏരിയ പോലത്തെ ഏരിയ ആയിരിക്കും. ഇവിടെ ആയിരിക്കും ബസ് സ്റ്റാൻഡ്. ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നമ്മളെ ഇവിടുത്തെ ലോക്കൽ ബസ്സിൻ്റെ സർവീസിൻ്റെ കേട്ടോ. ഇത് ഇവിടെ തന്നെ കാണുന്നത്. മറ്റേ ബസ്സുകളൊക്കെ ഈ സ്റ്റാൻഡിലായിരിക്കും ടച്ച് ചെയ്ത് പോകുന്നുണ്ടാവുക, ഇവിടെ നിന്നായിരിക്കും. അപ്പോൾ ഇതൊരു
ആണെങ്കിൽ നേരെ വന്ന് കയറി പോകാനേ ഉള്ളൂ. വലിയ ടെൻഷൻ അടിക്കാനില്ല. പാരീസ് എന്ന് പറഞ്ഞിട്ട് വലിയ ബസ്സൊക്കെ അവിടെ കാണുന്നുണ്ട്. ഏതെങ്കിലും ഒരു ബസ് പോകുന്നതിനെ പറ്റിയൊക്കെ അന്വേഷിച്ചൊക്കെ നോക്കിയിട്ട് അറിയാം നമുക്ക്. അപ്പോൾ ഇത് വലിയൊരു സ്റ്റാൻഡാട്ടോ. ഇതെനിക്ക് തോന്നുന്നു ഇൻ്റർനാഷണൽ സർവീസിൻ്റെതും കൂടിയാണെന്ന് അപ്പുറമുള്ളതെന്ന് തോന്നുന്നു. വാഹനം കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നു അവിടുത്തെ. ഒന്ന് അന്വേഷണം നടത്തിക്കോളാം. ഇതാ നമ്മൾ ഫ്ലിക്സ് ബസ് അതാ. ഓക്കെ, ഫ്ലിക്സ് ബസ് ഇതാ. ഫ്ലിക്സ് ബസ് പച്ചയില ഉണ്ടാവില്ലേ സാധാരണ. ഇതതിൻ്റെ വേറൊരു വകുപ്പാട്ടോ. നമുക്ക് ഇവരോട് ചോദിക്കാം. ഇതാണ് നമ്മളെ ബസ്സിൻ്റെ കേട്ടോ. സർ, ഗുഡ് ആഫ്റ്റർനൂൺ. ആക്ച്വലി ടുമോറോ ഐ ഹാവ് ടു ഗോ ലണ്ടൻ. സെയിം സ്റ്റേ ഹിയർ. ദിസ് ഇസ് ദ സ്റ്റോപ്പ്. Okay. From here to London, right? Tomorrow 2 p.m. Same, huh? Thank you. അപ്പോൾ അത് ഞാൻ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു ഇവിടെ ഇവരെ കളറൊക്കെ മാറ്റിയിട്ടുണ്ട് ബസ്സിൽ. ഇതുപോലത്തെ ബസ്സിലാട്ടോ പോകാനുള്ളത്. അവിടെ അതാ ഇതുപോലത്തെ തന്നെ വേറെ ലണ്ടനിലേക്കുള്ള ബസ്സിൻ്റെ സ്ഥലം. അപ്പോൾ അങ്ങനെ നാളെ യാത്രക്കുള്ള തയ്യാറെടുപ്പിലാണ്. നിങ്ങൾ ഹായ്, താങ്ക് യു. ഇതിവിടുത്തെ ആൾക്കാരട്ടോ, കൊമേഴ്ഷ്യലിൻ്റെ വർക്കിൻ്റെ ആൾക്കാരാണ്. നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം ഇത് ചില ആൾക്കാർക്ക് ഭയങ്കര സ്പിരിറ്റ് ആയിരിക്കും കേട്ടോ. ചില ആൾക്കാർ അതിന് വേണ്ടിയിട്ട് നമ്മളെ എന്താ പറയുക ഇതാക്കും. ഇതെന്തിൻ്റെ ടിക്കറ്റാണ്? ICIG ടിക്കറ്റ്. ഹായ്, വിച്ച് ടിക്കറ്റ് ദിസ് വൺ? Yes, ഫോർ വാട്ട്? pass day for subway. Bus, tramway, metro, tramway, all transport in Paris limited. This is rechargeable, right? Yes. Okay. I'm tourist. Tomorrow going. No, for tourists. Huh? For tourists? Yes. For one day? Yes. How much that? One day, 18 euros. 18? All transport in Paris limited. Okay. 18 euro. 18, yes. 18. Yes. Okay. Now I go, tomorrow come for No, finish midnight. midnight. Today, 30 euros. Okay. Thank you. Next time. You're welcome. Thank you. Bye. Bye. താങ്ക് യു. അപ്പോൾ അതെ, അതൊരു കാർഡിനെ പറ്റി പറഞ്ഞതാണ്. വൺ കാർഡ് ഐ ക്യാൻ, സോറി മാം, ഐ ക്യാൻ ഷോ വൺ കാർഡ്. Just one. ഇത് വൺ ഡേ. ഇത് ഒരു കാർഡ് ഇവിടുത്തെ വൺ ഡേ യൂസ് ചെയ്യാനുള്ള കേട്ടോ. വൺ ഡേ 18 euro. 18 One day, euro. 18 euros. യാ വൺ ഡേ ഒരു ദിവസത്തേക്ക് 18 euro ആണ് ഇതിൻ്റെ കാർഡിന് കേട്ടോ. അപ്പോൾ അത് ഞാൻ ആദ്യം അറിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം 18 euro എടുത്താൽ നമുക്ക് ഫുള്ള് മെട്രോവും എല്ലാതും പോകാൻ പറ്റും. അപ്പോൾ ഇത് ഇനിയിപ്പോൾ എനിക്ക് ആവശ്യമില്ല. ഇന്നും നാളെയായിട്ട് ഒരു 10-12 euro ഒക്കെ ചിലവാകാനുള്ളൂ. വെറുതെ 18 euro എടുത്താൽ പിന്നെ നാളത്തേക്ക് ഉപയോഗിക്കാനും പറ്റില്ല, ഇന്നേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഇതാണ് നമ്മളെ സെൻറ്റ് ഡനീസ് യൂണിവേഴ്സിറ്റി സ്റ്റേഷന്. ഇവിടെ നിന്നിട്ടാണ് ഇപ്പോൾ നാളെ നമുക്ക് പുറപ്പെടാനുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഇവർ ഇവിടെ കാർഡ് വെച്ച് വിൽക്കുന്നതിൻ്റെ കാരണം ശരിക്കും ഇതായിരിക്കും. എന്തായിരിക്കും, നമ്മൾ ലണ്ടനിന്നും അവിടുന്ന് ഇവിടുന്നും എല്ലാ മെയിൻ രാജ്യത്തു നിന്നും വരുന്ന സ്റ്റോപ്പിൻ്റെ സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലം ആയതുകൊണ്ട് ഇവർക്ക് ഇത് വരുന്ന ടൂറിസ്റ്റിന് അപ്പം കൊടുത്ത് ഒരു പബ്ലിസിറ്റി ചെയ്ത് ഉള്ള സെയിൽസാണ്. അപ്പം നമ്മളിനി ടിക്കറ്റ് എടുത്തിട്ട് വീണ്ടും പോവുകയാണ്. ഒന്ന് നോക്കട്ടെ എൻ്റെ ഗൂഗിളിൽ അടുത്ത സ്ഥലം ഇവിടെ. ഈ മൊത്തം ഇത്രയും വലിയൊരു ബസ് സ്റ്റാൻഡില്ലേ, ഇത്രയും വലിയ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷന് എല്ലാം നിൽക്കുന്ന ഒരു ഭാഗമാട്ടോ. ഒരു പബ്ലിക് ടോയ്ലറ്റ് ഇല്ല ഇവിടെയില്ല. പല സ്ഥലങ്ങളിലും ഞാൻ നോക്കി, പബ്ലിക്കായിട്ട് ഇവർ ടോയ്ലറ്റിനെ എൻ്റർടൈൻ ചെയ്യുന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്നറിയില്ല. ഓൽക്കതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരെങ്ങനെയാണ് മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ മൂത്രമൊഴിക്കുക, ഒന്നും എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇനി കുറച്ച് ജനറലി ആയിട്ട് അറിയുന്ന ആൾക്കാരോട് അതിൻ്റെ റീസൺ ചോദിക്കണം. അതല്ലാതെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല അതിൻ്റെ കാരണം. നമുക്ക് എന്തായാലും വേണ്ടി വരില്ല മൂത്രമൊഴിക്കാൻ എന്ന് പറഞ്ഞിട്ട്. ഈ പ്രത്യേകിച്ച് നമ്മളെ നാട്ടിലൊക്കെ ഈ റെയിൽവേ സ്റ്റേഷനും ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഇഷ്ടം പോലെ ടോയ്ലറ്റുകളല്ലേ. നമ്മളെ നാട്ടിൽ നിന്നല്ല, ഇപ്പോൾ ദുബായിൽ എവിടെ പോയാലും നമുക്കുണ്ടാവും. കാരണം അത് ഒരു പബ്ലിക്കിൻ്റെ റൈറ്റ് കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ ബസ് പുറപ്പെട്ടിട്ടുണ്ട്.
നമ്മൾ റോഡിലേക്ക് ഇറങ്ങിയതാണ്. നാളെ ഈ സമയത്ത് ഞാൻ 2 മണീൻ്റെ ബസ്സിൽ ഇതേപോലെ ലണ്ടനിലെ ബസ്സിൽ നമുക്ക് നാളെ ലണ്ടനിലെ ഉള്ള യാത്രയാണ്. ഇതാണ് കേട്ടോ നമ്മൾ റെൻറ്റിനുള്ള ബൈക്കിൻ്റെ ഈ ബൈക്കിൻ്റെ സംഗതി. ഇതിലാണ് ലോക്ക് ഉണ്ടാവുക. ഈ ലോക്കിന് നമ്മൾ ഒരു പാസ്വേഡ് ഉണ്ടാവും. ആ പാസ്വേഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നേരെ അത് ഓപ്പണായി കിട്ടും. തിരിച്ച് അതേപോലെ തന്നെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ലോക്കാവും. അങ്ങനെ നമ്മൾ ഒളിമ്പിക് സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഒളിമ്പിക് വില്ലേജിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനി ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടുത്തെ ആക്ടിവിറ്റീസ്, ഇവിടുത്തെ ഏതൊക്കെ ഗെയിമുകൾ, ഇവിടെ നമ്മളെ ഈ മാരത്തോൺ അങ്ങനത്തതൊക്കെ ഇവിടെ തന്നെ കേട്ടോ. വില്ലേജിലാണ് ഒരു വിധമൊക്കെ ഉള്ളത്. ബാക്കി ഫുട്ബോള് അങ്ങനത്തെ സംഗതികളൊക്കെ മറ്റ് സ്റ്റേഡിയങ്ങളിൽ, വോളിബോളൊക്കെ. പിന്നെ സൈക്കിൾ ഇതൊക്കെ അങ്ങനത്തെ പരിപാടികളൊക്കെ റോഡിലൂടെയും ബാക്കിയുള്ള സ്ഥലത്തും പുറത്തും. പിന്നെ ബോട്ടിങ് പോലത്തെ, അതായത് ഈ വെള്ളത്തിലുമായിട്ടുള്ള കാര്യങ്ങൾ പോകും. അതായത് നീന്തൽ മത്സരം അല്ലാത്ത ബാക്കിയുള്ളതൊക്കെ റൂറൽ ഏരിയയിലുള്ള വലിയ കുളങ്ങളും അങ്ങനത്തെ സ്ഥലങ്ങളിലുമാണ് കേട്ടോ നടക്കുന്നത്. ഇവിടുത്തെ ആൾക്കാർ, വില്ലേജിൽ വന്ന ആൾക്കാർ, ക്യാമറാമാൻമാർ, സ്റ്റുഡിയോക്കാർ, ബാക്കിയുള്ള ആൾക്കാർ എല്ലാവരും ഇവിടെയാണ്. അപ്പോൾ ഇവിടേക്ക് നമുക്ക് അവിടെ നിന്ന് ഒരു 36 കിലോമീറ്റർ ഇട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ പാരീസിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ നമുക്ക് കുറച്ച് ദൂരമുണ്ട്. പാരീസ് അത്രയും വലിയ സിറ്റിയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇവരെ സ്പോർട്സ് ഏരിയയും കൂടിയാണ്. അതായത് ഇതിപ്പം ഒളിമ്പിക്കിൻ്റെ ആണ്. പാരീസ് പിന്നെ എന്താ ഒളിമ്പിയാഡ് അങ്ങനെ എന്തോ ഒരു പേരാണ് ഇതിനുള്ളത്. അതിനെ ഇതിൻ്റെ ഇപ്പം ഒളിമ്പിക്സ് വില്ലേജ് എന്നുള്ള പേരിലാണ് നടക്കുന്നത്. മെയിൻ ഗെയിമുകൾ, മെയിൻ അത്ലറ്റ്സ് ഒക്കെ ഇവിടെയാണ് നടക്കുന്നത് കേട്ടോ.